ഹായ് ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു കുറച്ച് ഭാഗം ഒന്ന് നോക്കാനാണ്. ബഹുമുഖ ബുദ്ധി അല്ലെങ്കിൽ ബുദ്ധിയെക്കുറിച്ച്, ബഹുമുഖ ബുദ്ധിയല്ല ബുദ്ധിയെക്കുറിച്ച് ഒരു ഭാഗം നമുക്ക് നോക്കാം. കാരണം ഇത് LP UPക്കും അതേപോലെ തന്നെ പ്രീ പ്രൈമറിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ബുദ്ധിയെക്കുറിച്ച് ചോദിക്കുക എന്നത്. അപ്പം നമുക്കതൊന്ന് നോക്കാം. ബുദ്ധി, ഇൻ്റലിജൻസ്, അമൂർത്തമായ ആശയങ്ങൾ ഗ്രഹിക്കുന്നതിലും യുക്തിപരമായി ചിന്തിക്കുന്നതിലും നേടിയ അറിവ് പുതിയ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുന്നതിലും സർഗാത്മകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിലുമൊക്കെ വ്യക്തികൾ തമ്മിൽ അന്തരം കാണാം. ഈ അന്തരത്തിന് കാരണം അവരുടെ ബുദ്ധിയുടെ വ്യത്യാസങ്ങളാണ്. മനസ്സിലായില്ലേ? അമൂർത്തമായ ആശയങ്ങൾ ഗ്രഹിക്കുന്നതിലും യുക്തിപരമായി ചിന്തിക്കുന്നതിലും നേടിയ അറിവ് പുതിയ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുന്നതിലും സർഗാത്മകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിലുമൊക്കെ വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ കുട്ടികൾ തമ്മിലായാലും വ്യക്തികൾ തമ്മിലായാലും ചില അന്തരം കാണാം, ചില വ്യത്യാസങ്ങൾ കാണാം. ആ അന്തരത്തിന് കാരണം എന്താണ്? അവരുടെ ബുദ്ധിയിലുള്ള വ്യത്യാസമാണ്. അവരുടെ ഓരോരുത്തരുടെയും ബുദ്ധിയിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം. എങ്കിൽ എന്താണ് ബുദ്ധി? ബുദ്ധിയെ പല മനഃശാസ്ത്രജ്ഞരും പല രീതികളിലാണ് നിർവചിച്ചിട്ടുള്ളത്. ബുദ്ധിയെ പല മനഃശാസ്ത്രജ്ഞരും പല രീതിയിലാണ് നിർവചിച്ചിട്ടുള്ളത്. അനുഭവങ്ങളിൽ നിന്ന് അനായാസം പഠിക്കുന്നതിനും അമൂർത്തമായി ചിന്തിക്കുന്നതിനുമുള്ള കഴിവാണ് ബുദ്ധി എന്ന് ഫ്ലിൻ പറയുന്നു. ഫ്ലിൻ എന്താ പറയുന്നത്? അനുഭവങ്ങളിൽ നിന്ന് അനായാസം പഠിക്കുന്നതിനും അമൂർത്തമായി ചിന്തിക്കുന്നതിനുമുള്ള കഴിവാണ് ബുദ്ധി എന്ന് ഫ്ലിൻ പറയുന്നു. വ്യക്തിയുടെ ഉള്ളിലുള്ള പൊതുവായ ഭൗതിക ശേഷിയാണ് ബുദ്ധി എന്ന് സിറിൽ ബർട്ട് അഭിപ്രായപ്പെടുന്നു. വ്യക്തിയുടെ ഉള്ളിലുള്ള പൊതുവായ ഭൗതിക ശേഷിയാണ് ബുദ്ധി എന്ന് സിറിൽ ബർട്ട് അഭിപ്രായപ്പെടുന്നുണ്ട്. അടുത്തത് ഡേവിഡ് വെഷ്ലറുടെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കാം ബുദ്ധിയെക്കുറിച്ച്. യുക്തിപൂർവം ചിന്തിക്കുന്നതിനും സ്വദേശപൂർവം പ്രവർത്തിക്കുന്നതിനും പരിതോവസ്ഥകളോട് ഫലപ്രദമായി പൊരുത്തപ്പെടുന്നതിനുമുള്ള എല്ലാ വിധത്തിലുമുള്ള ഒരു കഴിവിനെയാണ് ബുദ്ധി എന്ന് ഡേവിഡ് വെഷ്ലർ പറയുന്നുണ്ട്. ഇത്രയും ഈ 3 പേർ പറഞ്ഞതിൽ വെഷ്ലറുടെ നിർവചനമാണ് കൂടുതൽ അംഗീകാരം നേടിയത്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ബുദ്ധിയെ സംബന്ധിച്ച വിവിധ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബുദ്ധിയെ സംബന്ധിച്ച വിവിധ കാഴ്ചപ്പാടുകൾ എന്തെന്ന് നോക്കാം. ആദ്യത്തെ കാഴ്ചപ്പാട് ആൽഫ്രഡ് ബീനെയുടെയാണ്. ആൽഫ്രഡ് ബീനെ 1905 പാരീസ് സ്കൂൾ ബോർഡിനു വേണ്ടി ആൽഫ്രഡ് ബീനെയും തിയോഡർ സിമണും ചേർന്ന് ബുദ്ധി അളക്കുന്നതിനുള്ള ഒരു മാർഗം ആവിഷ്കരിക്കുകയുണ്ടായി. ബുദ്ധി അളക്കുന്നതിനുള്ള ഒരു മാർഗം മന്ദപഠിതാക്കളായ വിദ്യാർത്ഥികളെ കണ്ടെത്താനും അവർക്ക് പ്രത്യേക വിദ്യാഭ്യാസം നൽകുവാനും വേണ്ടിയാണ് അവർ ഇത്തരമൊരു അന്വേഷണത്തിൽ ഏർപ്പെട്ടത്. അപ്പോൾ 1905 പാരീസ് സ്കൂൾ ബോർഡിന് വേണ്ടി ആൽഫ്രഡ് ബീനെയും തിയോഡർ സിമണും കൂടി ബുദ്ധി അളക്കുന്നതിനുള്ള ഒരു മാർഗം ആവിഷ്കരിക്കുകയുണ്ടായി. അതെന്തിനാണെന്ന് വെച്ചാൽ മന്ദപഠിതാക്കളെ കണ്ടെത്താനാണ്. അതായത് പഠിത്തത്തിൽ പിന്നോക്കം നിൽക്കുന്ന, അതായത് സ്പീഡില്ലാത്ത, അതായത് ചിന്തിക്കാൻ ഒത്തിരി സ്പീഡ് കുറഞ്ഞ കുട്ടികളുണ്ടല്ലോ, മന്ദപഠിതാക്കളെ, പതുക്കെ എത്തുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരെ കണ്ടെത്തുന്നതിനായിട്ട് ആണ് ഈ ഒരു മാർഗം അവർ കണ്ടെത്തിയത്. അപ്പോൾ ഇവരുടെ നിഗമനം അനുസരിച്ച് ഏത് വ്യക്തിയുടെയും ബുദ്ധിമാനം ഇൻ്റലിജൻസ് കോഷ്യൻ്റ് താഴെ ചേർത്ത സമവാക്യം ഉപയോഗിച്ച് കണക്കാക്കാം. അങ്ങനെ ഒരു സമവാക്യമാണ് ഇവർ കണ്ടെത്തിയത്. ഈ ആൽഫ്രഡ് ബീനെയും തിയോഡർ സിമണും ഒരു സമവാക്യമാണ് കണ്ടെത്തിയത്. അതുപയോഗിച്ച് ഓരോ കുട്ടിയുടെയും ബുദ്ധിയുടെ അളവ് അത് എത്രയാണെന്ന് കണക്കാക്കാൻ പറ്റും. അപ്പോൾ അത് ക്ലാസ്സുകളിലെ അല്ലെങ്കിൽ ആ ഒരു സ്കൂളിലെ മന്ദപഠിതാക്കളെയാണ്, പഠിത്തത്തിൽ ഇച്ചിരി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയാണ് അവർ ആ ഒരു സമവാക്യം ആവിഷ്കരിച്ചത്. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു സമവാക്യം നോക്കാം. IQ = മെൻ്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് × 100 എന്നാണ് കേട്ടോ. ഇതിനകത്ത് വേറെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു സമവാക്യം എന്തെന്ന് വെച്ചാൽ മെൻ്റൽ ഏജ് MA/CA × 100, മാനസിക വയസ്സ് ബൈ കാലിക വയസ്സ് × 100. MA മാനസിക വയസ്സ്, CA കാലിക വയസ്സ് ക്രോണോളജിക്കൽ ഏജ് × 100. MA/CA × 100. ഓക്കെ. IQ = MA/CA × 100. MA എന്ന് പറഞ്ഞാൽ മാനസിക വയസ്സ്, ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ആ ഒരു ഏജ് ഉണ്ടല്ലോ, ആ ഏത് രീതിയിലാണ് ആ കുട്ടി ചിന്തിക്കുന്നത്, എത്ര വയസ്സിലുള്ള ഒരു വ്യക്തിയുടെ രീതിയിലാണ് ഒരാൾക്കിപ്പം ആ ഏജിലുള്ള ഇതിൽ തന്നെ അല്ല, ഇച്ചിരി കൂടിയ ഏജിലുള്ള രീതിയിൽ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്.
അല്ലെങ്കിൽ ഇച്ചിരി കുറഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ചിന്തയ്ക്ക് ഏജ് കുറയും കൂടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഏജാണ് മാനസിക വയസ്സ്. കാലിക വയസ്സ് അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ നിലവിലത്തെ പ്രായം ഇൻറ്റു 100. അതാണ് IQ കണ്ടുപിടിക്കുക. അതിനൊരു ആൻസർ കിട്ടും. പിന്നീട് ലൂയി എം ടെർമാൻ ബീനയുടെ ആശയത്തെ പരിഷ്കരിച്ചു. മേൽ സൂചിപ്പിച്ച സമവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെഷ്ലർ ഒരു സ്കെയിൽ ആവിഷ്കരിച്ചു. ഇതാണ് വെഷ്ലറുടെ സ്കെയിൽ. അതിൻ്റെ ആൻസർ എന്താ? കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഒന്നുകിൽ 130 ആയിരിക്കണം, അല്ലെങ്കിൽ 130-നേക്കാൾ കൂടുതലായിരിക്കണം, അത് വളരെ മികച്ചത് ആയിരിക്കും, അല്ലെങ്കിൽ 120, 129 അതിനിടയിൽ നിൽക്കണം. ആ ഒരു റേറ്റിനിടയിൽ നിൽക്കണം, അത് മികച്ചത്. 110, 119 ശരാശരിക്ക് മുകളിൽ, 90, 109 ശരാശരി, 80, 89 ശരാശരിയിൽ താഴെ, 70, 79 കുറവ്, 60, 69 വളരെ കുറവ്. അപ്പോൾ ഇങ്ങനെയാണ് ആ IQ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആൽഫ്രഡ് ബീനയുടെയാണ് ആദ്യത്തെ ബുദ്ധിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. ആദ്യത്തേത് ആൽഫ്രഡ് ബീനയുടെയാണ്. അദ്ദേഹം ഒരു അതായത് പഠിത്തത്തിൽ പിന്നോക്കം അല്ലെങ്കിൽ മന്ദപഠിതാക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ഇക്വേഷൻ രൂപീകരിച്ചു. ആ ഇക്വേഷനാണ് IQ = MA/GA × 100. അപ്പോൾ അതിന് കുറേ വരും, ആൻസറുകൾ, റേറ്റുകൾ വരും. അത് ഓരോന്നിനും ഓരോ ഇതാണ്, അതായത് വളരെ മികച്ചത്, ശരാശരി അങ്ങനെ വരും. അപ്പോൾ ആ ആൻസറുകൾ ഒത്തു നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആ ഒരു ആ ഒരു ബുദ്ധി എത്രത്തോളമാണെന്ന് ആ സ്കെയിലിനനുസരിച്ച് അവർക്ക് കണ്ടെത്താൻ പറ്റും. അതാണ് ആൽഫ്രഡ് ബീനയുടെ. അതിൻ്റെ ബാക്കി എന്ന് പറയുന്നത് വ്യക്തികളെ താരതമ്യം ചെയ്യുന്നതിനും മിടുക്കരെന്നും മണ്ടരെന്നും തരംതിരിക്കുന്നതിനും ബീനയുടെ IQ സ്കെയിൽ ഇന്നും പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് ഈ ആൽഫ്രഡ് ബീനയുടെ ആ IQ കണ്ടുപിടിക്കുന്ന ആ ഒരു സ്കെയില് അത് ഇന്നും ഉപയോഗിക്കാറുണ്ട്. അത് വ്യക്തികളെ താരതമ്യം ചെയ്യുന്നതിനും മിടുക്കരെന്നും മണ്ടരെന്നും തരംതിരിക്കുന്നതിനും ബീനയുടെ IQ സ്കെയിൽ ഇന്നും പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ബീനയുടെ ബുദ്ധിസങ്കല്പവും ബുദ്ധി അളക്കുന്ന രീതിയും പലരുടെയും വിമർശനവും ഏറ്റുവാങ്ങിയിട്ടുണ്ടായി. അപ്പം ആ ഒരു സ്കെയിലിൻ്റെ കാര്യം പലർക്കും വിമർശനമുണ്ട് അതിനകത്ത്. അതൊരു വ്യക്തിയുടെ വിഭിന്നങ്ങളായ കഴിവുകളെ ഒറ്റ സ്കോറിൽ ഒതുക്കുന്നു. പല കഴിവുകളുണ്ടൊരു വ്യക്തിക്ക്, അതിനെല്ലാം കൂടെ ഒരൊറ്റ സ്കോറിൽ ഒതുക്കുന്ന രീതിയിലായി പോകുന്നു എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അതായത് ഒരു ആൻസർ, ഒറ്റ റേറ്റ്, ആ ഒരു ഇതിലങ്ങ് ഒതുക്കുന്നു. ബുദ്ധി എന്നത് ചുറ്റുപാടിൻ്റെ സ്വാധീനം കൊണ്ടുകൂടിയാണ് രൂപപ്പെടുന്നത്. അപ്പം മറ്റു പലരും പറയുന്നുണ്ട് ഈ ബുദ്ധി എന്നത് ചുറ്റുപാടിൻ്റെ സ്വാധീനം കൊണ്ടുകൂടിയാണ് രൂപപ്പെടുന്നത്. ശരിയായിരിക്കാം, അല്ലേ? ശരിയാണ്. അതായത് ഒരാളുടെ ബുദ്ധി വികസിക്കുന്നതിൽ സാംസ്കാരിക സാഹചര്യത്തിന് കാര്യമായ പങ്കുണ്ട്. ഇത് കണക്കിലെടുക്കാതെ ആളുകളെ കഴിവുള്ളവരെന്നും മണ്ടരെന്നും തരംതിരിക്കുന്നതിൽ അപാകതയുണ്ട്. മനസ്സിലായല്ലോ? അടുത്തത്, ബുദ്ധിക്ക് പല മുഖങ്ങളുണ്ടെന്ന കാര്യം ഇവിടെ പരിഗണിക്കപ്പെടുന്നതേയില്ല. ബഹുമുഖങ്ങളുണ്ടെന്നുള്ള ഒരു കാര്യം ഈ ഒരു ആൽഫ്രഡ് ബീനയുടെ ഈ ഒരു ഇക്വേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സമവാക്യം കണ്ടെത്തി ഒറ്റ റേറ്റിൽ ബുദ്ധി അളക്കുന്ന ഒരു സമവാക്യം കണ്ടെത്തുന്നതിൽ ബഹുമുഖങ്ങളുണ്ടെന്നുള്ള ഒരു ഭാഗം ഇല്ലാണ്ടായി പോകുന്നു. അതായത് ബുദ്ധിക്ക് പല മുഖങ്ങളുണ്ടെന്നുള്ള കാര്യം ഇവിടെ പരിഗണിക്കപ്പെടുന്നില്ല. യുക്തിചിന്ത, ഭാഷാപരമായ ശേഷി തുടങ്ങിയ ചുരുക്കം കാര്യങ്ങൾ പരിഗണിച്ചാണ് IQ കണക്കാക്കുന്നത്. ഈ മേഖലകളിൽ കഴിവുള്ളവർ ബുദ്ധിമാന്മാരായും അല്ലാത്തവർ കഴിവ് കുറഞ്ഞവരായും കണക്കാക്കപ്പെടുന്നത് നീതിയുക്തമല്ല. പല ജോലിക്കും ആളെ തിരഞ്ഞെടുക്കുമ്പോൾ IQവിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സാഹചര്യത്തിൽ ആ അളവ് രീതി ചിലർക്ക് ഗുണമായും മറ്റു ചിലർക്ക് ദോഷമായും ഭവിക്കുന്നുണ്ട്. ജ്ഞാതൃശേഷിയുടെ ചില വശങ്ങളെ മാത്രം പരിഗണിക്കുന്ന ആ സ്കെയിൽ ഭൂരിഭാഗം പേരോടും അനീതിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് IQവിനെ മാത്രം കണക്കിലെടുത്തുകൊണ്ട് കോഴ്സുകൾക്കും മറ്റ് തൊഴിലുകൾക്കും ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി അശാസ്യമല്ല എന്നാണ് പറയുന്നത്. ശരിയാണ്. ആ ഒരു IQ സ്കെയിൽ, ആ ഒരു സമവാക്യം വരുന്നത് ഒറ്റ റേറ്റിൽ ആ ഒരു ബുദ്ധിയെ അളന്നങ്ങ് തിട്ടപ്പെടുത്തുകയാണ്. ആ ബുദ്ധി കുറഞ്ഞവർ മണ്ടരെന്നും കൂടിയവർ കഴിവുള്ളവരെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമുഖങ്ങളുണ്ട്, സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ബുദ്ധി പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള പല കാര്യങ്ങൾ ഇവിടെ ആരും കാണാതെ പോവുകയാണ്. അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം ഒരാളുടെ കഴിവിനെ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഒരാളുടെ ബുദ്ധി അളക്കേണ്ടതെന്നാണ് മറ്റു പലരുടെ അഭിപ്രായം. ഇത്രയാണ് ഇന്ന് പഠിക്കുന്ന നമ്മുടെ ആൽഫ്രഡ് ബീനയുടെ ഒരു സമവാക്യത്തിൻ്റെ അപാകതകൾ, മറ്റുള്ളവർക്ക് അതിനകത്ത് പ്രശ്നമുണ്ടെന്നുള്ള കുറച്ച് കാര്യങ്ങളും
ഒക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ആൽഫ്രഡ് ബീനെ ഓർത്തോണം. എന്താ IQ എന്ന ആ ഒരു സമവാക്യം കണ്ടെടുത്ത, ബുദ്ധി അളക്കുന്നതിന് വേണ്ടിയുള്ള IQ കണ്ടുപിടിച്ച ആ ഒരു സമവാക്യം കണ്ടുപിടിച്ച ആളാണ് ആൽഫ്രഡ് ബീനെ. ആ സമവാക്യം ഓർത്തിരിക്കണം. LPUPക്കും ചോദിക്കും. ആ നഴ്സറി ടീച്ചർ എക്സാമിനും ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ്. ആ ഒരു സമവാക്യം, അതിൻ്റെ അത് ഓരോന്നും എത്രയാണ് ശരി, മികച്ചത്, എത്രനും ഇടയിലാണെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ആൽഫ്രഡ് ബീനയുടെ കാഴ്ചപ്പാടുകൾക്കുണ്ടായ പ്രശ്നങ്ങൾ, ആ ഒരു മറ്റുള്ളവർക്ക് അതിനകത്ത് എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ വിമർശനങ്ങൾ അതെല്ലാം പഠിച്ചു വെക്കുക. അപ്പം ബുദ്ധി, IQ, ആൽഫ്രഡ് ബീനെ, ആ ഒരു സമവാക്യം, മാനസിക വയസ്സ് ബൈ കാലിക വയസ്സ് × 100 ഒരു സമവാക്യം, ബാക്കി കാര്യങ്ങളും എല്ലാവരും ഓർത്തിരിക്കുക. ബാക്കി നമുക്ക് ബുദ്ധിയായിട്ടുള്ള ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത്രയും നീട്ടിക്കൊണ്ട് പോകണമെന്ന് ഞാൻ ഉദ്ദേശിച്ചല്ല കേട്ടോ. പക്ഷേ പറഞ്ഞു വരുമ്പോൾ ഇങ്ങ് നീണ്ടു പോവാണ് ക്ലാസ്. ബോറടിക്കുമോ എന്ന് എനിക്കറിയത്തില്ലെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ക്ലാസ് ഉടനെ വരുന്നതായിരിക്കും.